ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ ബോംബാക്രമണം നടത്തി പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെയും ഭാര്യയും പിടികൂടിയ ഓപ്പറേഷൻ മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്ലാൻ ചെയ്തിരുന്നു അമേരിക്ക. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്നത് ഒരു രഹസ്യ ആയുധത്തിന്റെ ഉപയോഗമാണ്. പ്രതിരോധിക്കാൻ പോലും അവസരമില്ലാതെ വെനസ്വേലയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിസ്സഹായരായത് ഈ ഒരു ആയുധത്തിന്റെ പ്രയോഗം കൊണ്ടാണെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ ആക്രമണ സമയത്ത് ഗാർഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു വെനസ്വേലൻ സുരക്ഷാ ജീവനക്കാരനാണ് ഇക്കാര്യം വിശദീകരിച്ചത്. ഓപ്പറേഷൻ ദിവസം ഒരു ശബ്ദം പോലും കേൾക്കാൻ കഴിഞ്ഞില്ലെന്നും റഡാർ സിസ്റ്റങ്ങൾ വളരെ പെട്ടെന്ന് ഷട്ട് ഡൗൺ ആയതായും അദ്ദേഹം പറയുന്നു. പിന്നീട് കാണുന്നത് തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന ഡ്രോണുകളാണ്. എങ്ങനെ പ്രതികരിക്കണമെന്ന് ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടിയിരുന്നില്ല. പിന്നാലെ 8ഓളം ഹെലികോപ്റ്ററുകൾ എത്തി. ഏകദേശം 20 പേരടങ്ങുന്ന US സംഘം പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് അവിടെ നടന്നത് ഒരു കൂട്ടക്കൊലയായിരുന്നു. നൂറുകണക്കിന് വെനസ്വേലൻ സൈനികർ ഉണ്ടായിരുന്നിട്ട് കൂടി ഈ ചെറു സംഘത്തെ നേരിടാൻ കഴിഞ്ഞില്ല. അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അതീവ കൃത്യതയോടെയും വേഗത്തിലുമായിരുന്നു അവർ വെടിവെപ്പ് നടത്തിയത്. ഓരോ സൈനികരും 1 മിനിറ്റിൽ 300 റൗണ്ട് വെടിവെക്കുന്ന പോലെ തോന്നി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറയുന്നു. ഒരു ഘട്ടത്തിൽ അവർ എന്തോ ലോഞ്ച് ചെയ്തു. വളരെ തീവ്രമായ സൗണ്ട് വേവ് പോലെയായിരുന്നു അത്. തലയ്ക്കുള്ളിൽ എന്തോ പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. ഒരേ സമയം എല്ലാവരുടെയും മൂക്കിൽ നിന്ന് ചോര ഒഴുകാൻ തുടങ്ങി. ചിലർ രക്തം ഛർദ്ദിച്ചു. ഒന്ന് നീങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ സൈനികരെല്ലാവരും നിലത്തേക്ക് പതിക്കുകയായിരുന്നു. ഈ 20 US സൈനികർക്ക് ഒരു പരിക്ക് പോലും പറ്റിയില്ല. നൂറുകണക്കിന് വെനസ്വേലൻ സൈനികരെയാണ് മിനിറ്റുകൾ കൊണ്ട് അവർ കൊന്നത്. അവരുടെ സാങ്കേതിക വിദ്യയോടോ ആയുധങ്ങളോടോ മത്സരിക്കാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല.